നമസ്കാരം. ധ്രുവ് റാഡിയോയുടെ ഏറ്റവും പുതിയ വീഡിയോ ദ മൈൻഡ് ഓഫ് എ ഡിക്റ്റേറ്റർ ആ ഒരു വീഡിയോയുടെ മലയാള പരിഭാഷയാണ്. പരിഭാഷയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ ദിനപത്രങ്ങൾ മാത്രം എടുത്തു വെച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ധ്രുവ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇന്നത്തെ വാർത്തകൾ മാത്രം എടുത്ത് വായിക്കുന്ന സമയത്ത്. റിവാർഡ് ഓർ പണിഷ് എന്നൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം വീഡിയോയിൽ എടുത്തു പറഞ്ഞത്. ആ ഒരു പോയിന്റാണ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സംഘപരിവാറിനോട് BJP-യോട് അനുഭാവം പുലർത്തുന്ന, അതിനെ വാഴ്ത്തിപ്പാടുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ള ആളുകൾ, പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകൾ, അവർക്ക് ധാരാളം റിവാർഡുകൾ കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ റിവാർഡുകൾ വേണ്ട, ഞങ്ങൾ ഈ പറയുന്ന ആശയത്തിന് എതിരാണ് എന്ന് ആരെങ്കിലും പറയുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാറുണ്ട്. ഈ റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് മോഡിയുടെ ഒരു ഗ്യാരണ്ടി ആയിട്ട് ഇപ്പോൾ ആളുകൾ പറയുന്ന ഒരു സംഗതിയാണ്. അതിനെ സൂചിപ്പിക്കുന്ന ഒരു കൊച്ചു വാർത്ത ആദ്യം തന്നെ വായിക്കാം. BJP-യെ കുറിച്ചിട്ട് ധാരാളം വാർത്തകൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ വരാറുണ്ട്. അതൊക്കെ നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണ്. ഇന്നത്തെ ഒരു വാർത്ത: വിരമിക്കൽ പ്രസംഗത്തിൽ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി, ഞാൻ RSSകാരനായിരുന്നു. കൗമാരക്കാരികൾ ലൈംഗിക ആസക്തി നിയന്ത്രിക്കാൻ പഠിക്കണമെന്ന് വിവാദ നിരീക്ഷണം നടത്തിയ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി വിരമിച്ചു. നിരീക്ഷണം നടത്തിയ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് ചിത്തരഞ്ജ് ജൻ ദാസ് ആണ് വിരമിച്ചത്. താൻ കുട്ടിക്കാലത്തും യൗവനത്തിലും RSSൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ജഡ്ജി വിരമിക്കൽ പ്രസംഗത്തിൽ വെളിപ്പെടുത്തി. 37 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആ സംഘടനയിൽ സജീവമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 37 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിരമിക്കൽ പ്രസംഗത്തിൽ സംഘടനാ പാരമ്പര്യത്തെ കുറിച്ചിട്ട് പറയാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? അത് ആ ഒരു റിവാർഡ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. നമ്മുടെ ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇദ്ദേഹത്തെ പോലെയുള്ള ചില ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതറിയാം. അവരും ചില അധികാര ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, വാഴ്ത്തിപ്പാടലുകൾ ഡെയിലി നടത്താറുണ്ട്. രാഷ്ട്രീയ വിമർശനം നടത്താറുണ്ട്, നിരീക്ഷണം നടത്താറുണ്ട്. ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് നമ്മളുടെ മുൻപിലേക്ക് പ്രസന്റ് ചെയ്യാറുണ്ട്. അതിലേക്ക് കൂടുതലായിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. മെയ് 21 ചൊവ്വാഴ്ച ഇന്നത്തെ പത്രമാണ്. BJP-ക്കായി 8 കള്ളവോട്ട്, യുവാവ് അറസ്റ്റിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വ്യാപകമായി കള്ളവോട്ടും ക്രമക്കേടും നടത്തുന്നുവെന്ന് ആക്ഷേപം ശക്തിപ്പെടുന്നു. UP-യിൽ BJP സ്ഥാനാർത്ഥിക്കായി ഒരു യുവാവ് 8 വട്ടം വോട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടേണ്ടി വന്നു. UP-യിലെ ഫാറൂഖാബാദ് മണ്ഡലത്തിൽ BJP-കാരനായ ഗ്രാമമുഖ്യൻ അനിൽ സിംഗിന്റെ മകൻ രാജൻ സിംഗ് ആണ് 8 വട്ടം വോട്ട് ചെയ്തത്. ഇത്തരത്തിലുള്ള ധാരാളം ക്രമക്കേടുകൾ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ധ്രുവിന്റെ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്തും കോൺഫിഡന്റ് ആയിട്ട് അന്ധഭക്തർ കമന്റ് ബോക്സിൽ പറയുകയാണ്, ഈ ഒരു ബലം നിർണ്ണയിക്കുന്ന ഡേറ്റ് വരട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം. എന്താണ് ഇവർ കാണിച്ചു തരുന്നത്, എന്താണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഏകദേശ ധാരണയുണ്ട്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകളിൽ കൂടിയെങ്കിലും വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ അന്തസ്സുമില്ല എങ്കിലും ആ ഒരു അന്തസ്സില്ലായ്മയിൽ കൂടെ ഒരു മതരാഷ്ട്രം അതുവഴി സമൂഹ നന്മ ഉറപ്പാക്കാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുക്കാൻ ഇവന്മാർക്ക് യാതൊരുവിധ ഉളുപ്പുമില്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അടുത്ത ഒരു പ്രമുഖ പത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അധിക്ഷേപം, മതവൈരം, BJP-യുടെ തെരഞ്ഞെടുപ്പ് പരസ്യം ഹൈക്കോടതി വിലക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാത്തത് ഗുരുതര വീഴ്ചയെന്ന് കോടതി. കൊൽക്കത്ത: തൃണമൂൽ കോൺഗ്രസിനെതിരായ BJP-യുടെ പരസ്യങ്ങൾ കൽക്കട്ട ഹൈക്കോടതി വിലക്കി. ഇത്തരം പരസ്യങ്ങൾ തടയാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് വൻ വീഴ്ച സംഭവിച്ചതായി കോടതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് കോടതിയെ സമീപിച്ചു. നിശബ്ദ പ്രചാരണ ദിവസങ്ങളിലാണ് തൃണമൂൽ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും മതവൈരം വളർത്തുന്നതുമായ പരസ്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചതെന്ന് തൃണമൂൽ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. തൃണമൂൽ സനാതന ധർമ്മത്തിന് എതിരാണ് തുടങ്ങിയ തലക്കെട്ടുകളുമായി ഇറങ്ങിയ പരസ്യങ്ങൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. പരാതികൾ ലഭിച്ചിട്ടും സമയത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ജസ്റ്റിസ് സഭ്യസാചി ഭട്ടാചാര്യ പറഞ്ഞു. എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൈമാറിയിട്ടുണ്ടെന്നും BJP-ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. ഇത്തരത്തിൽ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നിരവധി വാർത്തകളാണ്, സംഭവങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടും അന്ധഭക്തർക്ക് യാതൊരുവിധ കുറവുമില്ല. ധ്രുവിന്റെ വീഡിയോയുടെ മലയാള പരിഭാഷയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, 1996 കഥയാണിത്. സൈക്കോളജിസ്റ്റ് ആശിഷ് നന്ദി തന്റെ ഗവേഷണത്തിന്റെ ഭാഗമായി മോദിയുമായി അഭിമുഖം നടത്തുകയായിരുന്നു. ആശിഷ് നന്ദിയുടെ മനസ്സിനെ പിടിച്ചുലച്ച ഈ ഇന്റർവ്യൂ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. അദ്ദേഹത്തിന്റെ മനസ്സിനെ തകിടം മറിക്കാൻ ഉതകുന്ന എന്ത് കാര്യങ്ങളാണ് നരേന്ദ്രമോദിയുടെ ചിന്താഗതിയെക്കുറിച്ച് അദ്ദേഹം കണ്ടെത്തിയത്.
കഴിഞ്ഞ വീഡിയോയിൽ വാട്സപ്പിലും മാധ്യമങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്ന നരേന്ദ്രമോദിയുടെ ഇമേജിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്കായി സൃഷ്ടിച്ച ഫേക്ക് ഇമേജ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മോഡിയുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് പഠിക്കാം. മോഡിയുടെ യഥാർത്ഥ വ്യക്തിത്വവും മാനസികാവസ്ഥയും എന്താണ്? ഇപ്പോഴും നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നവർ ഞെട്ടാൻ സാധ്യതയുണ്ട്. മോഡിയുടെ ബാല്യത്തിൽ നിന്ന് വീണ്ടും തുടങ്ങാം. ഭഗവത് ആചാര്യ നാരായണാചാര്യ സ്കൂളിലാണ് നരേന്ദ്രമോദി പഠിച്ചത്. അദ്ദേഹത്തിന്റെ സംസ്കൃത അധ്യാപകനായ പ്രഹ്ലാദ് പട്ടേൽ പറഞ്ഞത് അദ്ദേഹം ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരൻ നിലഞ്ജൻ മുഖോപാധ്യായും ഇതേ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട്. സ്കൂൾ നാടകങ്ങളിൽ അഭിനയിക്കാൻ മോഡിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ പ്രധാന വേഷം കിട്ടിയില്ലെങ്കിൽ ആ നാടകത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുമായിരുന്നത്രേ. 8-ാം വയസ്സിൽ അദ്ദേഹം RSSുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു. 1958 വഡ്നഗർ RSS ശാഖയിലെ ബാലസന്നദ്ധ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞാൽ വീട്ടിൽ പുസ്തകങ്ങൾ വെച്ചിട്ട് അദ്ദേഹം RSS ശാഖയിലേക്ക് പോകുമെന്ന് മോഡിയുടെ സഹപാഠിയായ സുധീർ ജോഷി പറഞ്ഞു. ഇതിനുശേഷം 1972 22-ാം വയസ്സിൽ നരേന്ദ്രമോദി RSSന്റെ പ്രചാരകനായി. 15 വർഷത്തിന് ശേഷം 1987 അദ്ദേഹം BJPയിലെത്തി. അവിടെ അദ്ദേഹത്തിന്റെ മികച്ച സംഘടനാ പ്രാവീണ്യം തെളിയിക്കപ്പെട്ടു. 1990 രാമരഥയാത്ര നടക്കുമ്പോൾ നരേന്ദ്രമോദി ഗുജറാത്ത് BJPയുടെ ഭാഗമായിരുന്നുവെന്ന് മോദിയെക്കുറിച്ച് തന്റെ രാഷ്ട്രീയ ജീവചരിത്രത്തിൽ ആൻഡ്രി മറീനോ വ്യക്തമാക്കുന്നു. യാത്രയുടെ ഗുജറാത്ത് ഭാഗം സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. 1995 BJP ദേശീയ സെക്രട്ടറിയായി നിയമിതരായി. മോഡി പറയുന്നു, തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ സർക്കാരിനെ മാറ്റാൻ വോട്ട് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ പുതിയൊരു പ്രത്യയശാസ്ത്രമുണ്ട്, വോട്ട് ടു പണിഷ്. 2001 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നിയമിതനായി. 2002 ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടു. കലാപത്തിന് ശേഷം നരേന്ദ്രമോദിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായ മറ്റൊരു വീഡിയോ ഉണ്ടാക്കാം. പക്ഷേ ഒടുവിൽ അയാൾക്ക് ഒരു ക്ലീൻ ചീറ്റ് ലഭിക്കുന്നു. അന്നു മുതൽ കമ്മ്യൂണൽ നരേന്ദ്രമോദി എന്നും എല്ലാ മുസ്ലിങ്ങൾക്കും എതിരായ അചഞ്ചലനായ ഹിന്ദു നരേന്ദ്രമോദി എന്നും ബ്രാൻഡ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങി. നരേന്ദ്രമോദി ഈ വർഗീയ വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്ന ചിലർ നിങ്ങളിൽ ഉണ്ടാകും. എന്നാൽ മറുവശത്ത് നരേന്ദ്രമോദിയെ മതേതരവാദിയായി കരുതുന്ന ചിലരും നിങ്ങളിൽ ഉണ്ടാകും. എല്ലാവരുടെയും വികസനത്തിലാണ് നരേന്ദ്രമോദി വിശ്വസിക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്നു. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് കേട്ടാൽ രണ്ട് വിഭാഗത്തിലെയും ആളുകൾ അതിശയിക്കും. നരേന്ദ്രമോദി പ്രസംഗങ്ങളിൽ ആട്ടിറച്ചിയെയും ബീഫിനെയും കുറിച്ച് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് അദ്ദേഹം ഹലാൽ ബീഫ് കയറ്റുമതി കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന സ്വീകരിക്കുന്നു. ഗംഗാ നദിയെക്കുറിച്ച് ആശങ്കാകുലനായ സ്വാമി സാനന്ദ് ഗംഗയെ മാലിന്യമുക്തമാക്കാൻ 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദിക്ക് 3 കത്തുകൾ അയച്ചു. കത്തുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിയതായി വിവരാവകാശ നിയമപ്രകാരം അറിയാൻ സാധിച്ചു. എന്നാൽ അവർക്ക് പ്രതികരണം ഒന്നും ലഭിച്ചില്ല. 111 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചപ്പോൾ പ്രധാനമന്ത്രി മോദിക്ക് അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിഞ്ഞില്ല. ട്വിറ്ററിലൂടെ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. ഒരു ഹിന്ദു ആയതിനാൽ ഒരു സന്യാസിയെ മരണത്തിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹത്തിന് ആശങ്കയില്ലേ? പിന്നെ ആത്മഹത്യ തുടരുന്ന കർഷകരെ കുറിച്ചിട്ട് എന്തു പറയാൻ? അവർ ഹിന്ദുക്കളല്ലേ? ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി മോഡി എന്താണ് ചെയ്തത്? പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോകളിൽ 2900-ലധികം സ്ത്രീകൾ തുടർച്ചയായി ചൂഷണം ചെയ്യപ്പെടുന്നതായി കണ്ടു. അവരിൽ ധാരാളം ഹിന്ദു സ്ത്രീകളും ഉണ്ടായിരുന്നു. ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ പ്രതിഷേധിച്ച വനിതാ ഗുസ്തിക്കാരും ഹിന്ദുക്കളായിരുന്നു. അവരുടെ കാര്യമോ? പ്രജ്വൽ രേവണ്ണയ്ക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി ബ്രിജ് ഭൂഷൺ സിംഗിന്റെ മകന് സീറ്റും നൽകി. നമ്മുടെ നാട്ടിൽ ബ്രെയിൻ വാഷിംഗ് സംഭവിച്ച ഒരു ഭാഗം ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവരുടെ ബന്ധുക്കൾ സുരക്ഷിതരാണോ അല്ലയോ, മക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ, ജോലിയുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ കാര്യമാക്കുന്നില്ല. മുസ്ലിങ്ങൾ കൂടുതൽ ദുരിതത്തിലാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഈ ആളുകളെ ബോധ്യപ്പെടുത്താൻ നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നു. സമൂഹത്തിൽ പ്രശ്നക്കാരായ ആളുകളെ അവരുടെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് വരെ മോദി പ്രസംഗത്തിൽ പറയുന്നു. ആരാണ് ഈ പ്രശ്നമുള്ള വിഭാഗം? ചിലപ്പോൾ അമിത്ഷാ തന്റെ പ്രസംഗങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. 2002 അവരാണ് കലാപമുണ്ടാക്കിയതെന്നും നരേന്ദ്രമോദി മുസ്ലിങ്ങളെ പാഠം പഠിപ്പിച്ചെന്നും അമിത്ഷാ പറയുന്നു. പ്രധാനമന്ത്രി മോദിക്ക് ഇതിലൊന്നും മടി തോന്നുന്നേയില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയില്ല. അദ്ദേഹം തന്റെ വർഗീയ പ്രസംഗങ്ങൾ യാതൊരു ലജ്ജയുമില്ലാതെ തുടരുന്നു. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പടർത്തി വോട്ട് പിടിക്കാൻ രാജസ്ഥാനിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറയുന്നു, രാജ്യത്തിലെ സ്വത്തിന്റെ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. അതിനർത്ഥം അവർ രാജ്യത്തിന്റെ സമ്പത്ത് നുഴഞ്ഞു കയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും വീതം വെക്കുമെന്നാണ്. കോൺഗ്രസ് എന്താണ് പറഞ്ഞത് എന്നും മോദി എന്താണ് വളച്ചൊടിച്ചത് എന്നും മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബീഹാറിൽ ഈ സമയം ആവശ്യം മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് അവിടെ മോദി സമാധാനത്തിന്റെ സന്ദേശവാഹകനായി. മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അലിഗഡ് റാലിയിൽ അദ്ദേഹം മുസ്ലിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 14 ഒരു അഭിമുഖത്തിൽ മോഡി പറഞ്ഞു, ഹിന്ദു മുസ്ലിം സ്പർദ്ധ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്ന ദിവസം താൻ ഒരു പൊതുജീവിതത്തിൽ നിന്ന് അയോഗ്യനായി മാറും.
മതത്തെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ഇത് നിങ്ങളിൽ ചിലർക്ക് ആശയക്കുഴപ്പത്തിന് കാരണമായേക്കാം. ഇത് എങ്ങനെ സാധ്യമാകും? മോദി വർഗീയനോ മതേതരനോ? അതോ ഇപ്പോൾ അദ്ദേഹത്തിന് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ? മോദിക്ക് എപ്പോഴും രണ്ട് മുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2014 ഈ ട്വീറ്റ് നോക്കൂ. മതേതരത്വം നമ്മുടെ രക്തത്തിലുള്ളതാണ്. നരേന്ദ്രമോദിയാണ് ഈ കാര്യം ട്വീറ്റ് ചെയ്തത്. 2020 അമിത്ഷാ ഒരു TV അഭിമുഖത്തിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി കാണുന്നില്ലെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും അവരുടെ മതം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു. സർക്കാരിന് ഒരു മതം മാത്രമേ പിന്തുടരാൻ കഴിയൂ, നമ്മുടെ ഭരണഘടന. ഇസ്ലാമിനെയും നബിയെയും പ്രധാനമന്ത്രി മോദി പുകഴ്ത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ ഒന്നും അക്രമത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സമാധാനമാണ് ഇസ്ലാമിന്റെ സന്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല എല്ലാ ന്യൂനപക്ഷങ്ങളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു പാറ്റേൺ കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മാത്രം കാര്യമല്ല. സിഖ് മതം പ്രയോജനപ്പെടുത്തുന്നതിന് മോദി തലപ്പാവ് ധരിച്ച് ഗുരുദ്വാരയിൽ ദാലുണ്ടാക്കുന്നതായി നിങ്ങൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. അത് വിളമ്പുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പഞ്ചാബിൽ ഇലക്ഷൻ നടക്കും. പത്രപ്രവർത്തകയായ സാക്ഷി ജോഷി മോഡിയുടെ പഴയ കുറെ പ്രസംഗങ്ങളുടെ ഒരു സമാഹാരം സൃഷ്ടിച്ചു. ശ്രീബുദ്ധനുമായി തനിക്ക് നല്ല ബന്ധമുണ്ടെന്ന് ഒരിക്കൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതേപോലെ ബൊഹ്റ മുസ്ലിങ്ങളുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു. ഇത് മാത്രമല്ല, ക്രിസ്ത്യാനികളുമായും അദ്ദേഹത്തിന് ശക്തവും വ്യക്തിപരവുമായ ബന്ധമുണ്ടത്രേ. തന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന കാലഘട്ടം താൻ ആദിവാസികൾക്കിടയിൽ ചെലവഴിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. ബാലിയയുമായി തനിക്ക് ഹൃദയസ്പർശിയായി ബന്ധമുണ്ടെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു. പഞ്ചാബുമായും ചൈനയുമായി അദ്ദേഹത്തിന് പ്രത്യേക ബന്ധമുണ്ട്. ഫ്രാൻസുമായി ഒരു നീണ്ട ചരിത്രം തന്നെ അദ്ദേഹത്തിനുണ്ട്. യദുവംശമായും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ബംഗാളുമായി ബന്ധം സ്ഥാപിക്കാൻ കുട്ടിക്കാലത്ത് കൊൽക്കത്തയിലെ മെട്രോ കാണാൻ പോയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. 1984 മോഡിക്ക് 34 വയസ്സുള്ളപ്പോഴാണ് കൊൽക്കത്ത മെട്രോ തുടങ്ങിയത്. 34 വയസ്സുള്ള ഒരു കുട്ടിയെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? മാത്രമല്ല, തന്റെ പുനർജന്മം ബംഗാളിലായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷയെ ഇന്ത്യയുടെ 1ാം നമ്പർ സംസ്ഥാനമാക്കുമെന്ന് ഒഡീഷയിൽ പോയി പറയുന്നു. കർണാടകയെ ഇന്ത്യയുടെ നമ്പർ 1 സംസ്ഥാനമാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വോട്ട് കിട്ടാൻ വേണ്ടി ഏത് സഹായവും ചെയ്യുമെന്ന് പറയും. എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകളുമായി ഒരു വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് രാജ്യത്തുടനീളം അവർ ഈ തന്ത്രം ഉപയോഗിക്കുന്നു. ഉത്തർപ്രദേശിൽ ഗോമാതാവിന്റെ പേരിൽ BJP ആളുകളെ വൈകാരികമായി കൈകാര്യം ചെയ്യുന്നു. ഗോവധം തടയണമെങ്കിൽ ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ പറയുന്നു. കേരളത്തിൽ അവർ പറയുന്നത് മറിച്ചാണ്. വോട്ടിന് പകരമായി ഗുണനിലവാരമുള്ള ബീഫ് വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിൽ ബീഫ് നിരോധിക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ലെന്നാണ് 2015 ഗോവയിൽ വെച്ച് അമിത്ഷാ വ്യക്തമാക്കിയത്. പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നത് അധികാരം നേടാനുള്ള ഒരു മാർഗമാണ്. എന്നാൽ അവർ ചെയ്ത് ജോലി കാണിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ ഒന്നെങ്കിൽ ആളുകളെ കുറെ സ്വപ്നങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ അവർ വലിയ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഗുജറാത്ത് മോഡൽ, അച്ഛദിൻ, ഗംഗാ നദി വൃത്തിയാക്കൽ, 100 സ്മാർട്ട് സിറ്റികൾ, കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ, ഈ സ്വപ്നങ്ങളെല്ലാം അവയുടെ കാലഹരണ തീയതിയിൽ എത്തി നിൽക്കുന്നു. നോട്ട് നിരോധനം തന്നെ എടുത്തു നോക്കൂ. കള്ളപ്പണത്തിനെതിരായ സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കുമെന്ന് 2016 അമിത്ഷാ പറഞ്ഞു. ഇത് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് വോട്ട് ചോദിക്കാൻ നോട്ട് നിരോധനം ഉപയോഗിച്ചില്ല? 3 കാർഷിക നിയമങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇത് കർഷകരുടെ ചരിത്ര നേട്ടമാണെന്ന് മോദി പറഞ്ഞു. എന്നാൽ മോദി സർക്കാർ അവ പിൻവലിച്ചപ്പോൾ സർക്കാർ അനുകൂല മാധ്യമങ്ങൾ പറഞ്ഞു ഇത് അസാധുവാക്കിയത് മാസ്റ്റർ സ്ട്രൈക്കാണെന്ന്. എന്നിട്ടും എന്തേ ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കാത്തത്? കർഷക നിയമങ്ങളെക്കുറിച്ചോ അത് റദ്ദാക്കുന്നതിനെ കുറിച്ചോ അവർ സംസാരിക്കുന്നില്ല. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് അവർ സംസാരിച്ചു. അതിന് എന്ത് സംഭവിച്ചു? 2014 മുൻപുള്ള അവരുടെ മുദ്രാവാക്യം തന്നെ എടുത്തു നോക്കിയാൽ മതി. പാർലമെന്റ് ഗംഗാ നദി പോലെ ശുദ്ധമാക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പണപ്പെരുപ്പത്തെക്കുറിച്ച് നരേന്ദ്രമോദി പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വിലക്കയറ്റം എന്ന വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. എന്നിട്ട് വിലക്കയറ്റം നിയന്ത്രിച്ചതിനെ പ്രതി അദ്ദേഹം എന്തുകൊണ്ട് വോട്ട് ചോദിക്കുന്നില്ല? താൻ ഗംഗാ നദിയുടെ പുത്രനാണെന്നാണ് നരേന്ദ്രമോദി സ്വയം പറയുന്നത്. എന്നിട്ടും എന്തേ നമാമി ഗംഗാ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വോട്ട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കാത്തത്? സുഹൃത്തുക്കളെ, ഈ മേക്ക് ഇൻ ഇന്ത്യ സിംഹത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ എവിടെയും ഈ സിംഹത്തെ കാണാനില്ല. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, ആദർശ് ഗാവ്, സ്മാർട്ട് സിറ്റി, ബുള്ളറ്റ് ട്രെയിൻ, സ്കിൽ ഇന്ത്യ, മുദ്ര ലോൺ, ലുക്കിസ് പോളിസി, കോടിക്കണക്കിന് ജോലികൾ, സ്ത്രീ ശാക്തീകരണം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, കൊറോണ, അഗ്നിവീർ. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടമുണ്ടാക്കുന്ന എന്തെങ്കിലും ഇതിലില്ലേ? ഓപ്പൺ ഡിബേറ്റ് നടത്താൻ രാഹുൽ ഗാന്ധി മോഡിയെ വെല്ലുവിളിച്ചു. രാഹുൽ ഗാന്ധിയെ നേരിടാനും കഴിഞ്ഞ 10 വർഷമായി താൻ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തുവെന്ന് പൗരന്മാരെ അറിയിക്കാനുമുള്ള നല്ല അവസരമായിരുന്നില്ലേ അത്? എന്നാൽ കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം ഒരു പത്രസമ്മേളനമോ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒരു അഭിമുഖമോ നടത്തിയിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തകർക്കും അദ്ദേഹത്തിനോട് എന്തും ചോദിക്കാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു ഇന്റർവ്യൂകൾ നടത്തിയിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ ഒരു സംവാദത്തിന് യെസ് എന്ന് പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടാകും? അതിനാൽ ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒളിപ്പോര് വിദ്യയായി ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉപയോഗിക്കുന്നു. എന്നാൽ ഇവിടെ രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് എങ്ങനെ സംഘടനയ്ക്കുള്ളിൽ സ്വയം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ചരിത്രകാരനായ ഹർബൻസ് മുഖിയയുടെ ഒരു ലേഖനത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം മോദിയെ ഔറംഗസീബിനോട് താരതമ്യം ചെയ്തിരുന്നു. ആരെയാണ് അടുപ്പിക്കേണ്ടതെന്നും ആരെ ഒതുക്കണമെന്നും അദ്ദേഹത്തിന് അറിയാമെന്നതാണ് സമാനതകളിൽ ഒന്ന്.
ഇത് എങ്ങനെ ചെയ്യണമെന്ന് നരേന്ദ്രമോദിയെ പോലെ ഔറംഗസീബിന് നന്നായി അറിയാമായിരുന്നു. പല മുതിർന്ന BJP നേതാക്കളുമായി നടത്തിയ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരവൻ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. കേശുഭായ് പട്ടേലിനൊപ്പം നിന്ന് ശങ്കർ സിംഗ് വഘേലയെ എങ്ങനെയാണ് നരേന്ദ്രമോദി പുറത്താക്കിയതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതേപോലെ കേന്ദ്ര നേതൃത്വത്തിനൊപ്പം നിന്ന് കേശുഭായ് പട്ടേലിനെയും പുറത്താക്കി. ധാർമ്മിക ഭരണം പിന്തുടരാൻ അടൽ ബിഹാരി വാജ്പേയി മോഡിയോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ലാൽകൃഷ്ണ അദ്വാനിയുമായി അടുക്കാൻ തുടങ്ങിയെന്ന് ഹർബൻസ് മുഖിയ പറയുന്നു. പിന്നീട് അദ്വാനിയെ തന്നെ ഒറ്റപ്പെടുത്തി. അതേപോലെ 2014 ജസ്വന്ത് സിംഗിന് ടിക്കറ്റ് നൽകിയില്ല. 2014 മുരളി മനോഹർ ജോഷിക്ക് വാരണാസിക്ക് പകരം കാൺപൂരിൽ നിന്നാണ് ടിക്കറ്റ് ലഭിച്ചത്. 2019 LK അദ്വാനിക്കൊപ്പം വിശ്രമിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. NDTVയുടെ വെബ്സൈറ്റിൽ 2015 സിദ്ധാർത്ഥ് വരദരാജൻ എഴുതിയ ഈ ലേഖനം വായിക്കുക. നിലവിലെ വിദേശകാര്യ സെക്രട്ടറി സുജാത സിംഗ് 7 മാസം ബാക്കിയിരിക്കെ വിരമിച്ചെന്നും എസ് ജയശങ്കറിനെ നേരിട്ട് വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചുവെന്നും ഈ റിപ്പോർട്ട് പ്രസ്താവിക്കുന്നു. ശേഷം അദ്ദേഹം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായി. പിന്നീട് വിദേശകാര്യ മന്ത്രിയായി സുഷമ സ്വരാജിനെ പ്രധാന വിദേശ കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2019 മൗസ്മി ദാസ് ഗുപ്തയുടെ ഈ ലേഖനം കാണുക. രാജ്നാഥ് സിംഗ് ഏറ്റവും മുതിർന്ന മന്ത്രിയായിരുന്നിട്ടും 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ 6 എണ്ണത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയുണ്ടായി. പിന്നീട് അത് പരിഷ്കരിക്കുകയും 6 കമ്മിറ്റികളിൽ അദ്ദേഹത്തിന് അംഗത്വം നൽകുകയും അവയിൽ ഒന്നിന്റെ തലവനാക്കുകയും ചെയ്തു. നിതിൻ ഗഡ്കരിയുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു. അടൽ ബിഹാരി വാജ്പേയിയും നെഹ്റുവും ഉത്തമ നേതാക്കളായിരുന്നുവെന്ന് നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന 2021 പ്രസിദ്ധീകരിച്ചു. അടുത്ത വർഷം BJPയുടെ പാർലമെന്ററി ബോർഡിൽ നിന്ന് നിതിൻ ഗഡ്കരിയെ ഒഴിവാക്കി. നരേന്ദ്രമോദി ആരെയെങ്കിലും വശത്താക്കുന്നു എന്നല്ല, ഒരിക്കൽ അദ്ദേഹത്തെ പൂജിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ഈ ലേഖനം നോക്കൂ. നിർമ്മല സീതാരാമന്റെ ഞെട്ടിക്കുന്ന ഉയർച്ച. 2006 അവർ BJPയിൽ ചേർന്നു. 11 വർഷത്തിന് ശേഷം അവർ പ്രതിരോധ മന്ത്രിയായി. 2019 അവർ ധനമന്ത്രിയായി. 2014 ബിസിനസ് സ്റ്റാൻഡേർഡ്സിലെ ഈ ലേഖനം നോക്കൂ. സ്മൃതി ഇറാനിയുടെ മെർക്കുറിയൽ റൈസ്. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരേന്ദ്രമോദി രാജിവെച്ചില്ലെങ്കിൽ താൻ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് 2004 സ്മൃതി ഇറാനി പറഞ്ഞു. 2 മാസത്തിന് ശേഷം അവർ LK അദ്വാനിയുടെ വസതിയിൽ നരേന്ദ്രമോദിയോടൊപ്പം അത്താഴം കഴിച്ചു. ഇരുവരും രമ്യതയിലെത്തി. 2014 ഇവർ അമേഠിയിൽ തോറ്റെങ്കിലും മാനവ വിഭവശേഷി മന്ത്രിയായി. 2019 അവർ വനിതാ ശിശു വികസന മന്ത്രിയായി. അശ്വിനി വൈഷ്ണവിന്റെ കാര്യം നോക്കൂ. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് ഒരു കോർപ്പറേറ്റ് ജോലി നോക്കി ശേഷം ഒരു ബിസിനസ് നടത്തി. 2019 അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 2 വർഷത്തിന് ശേഷം 2021 അദ്ദേഹത്തിന് ഒരേ സമയം 3 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചു. റെയിൽവേ, ഇലക്ട്രോണിക്സ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. 2020 ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ടു. മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാർ അട്ടിമറിക്കപ്പെട്ടു. ഉടൻ തന്നെ സിന്ധ്യ രാജ്യസഭയിൽ MP ആയി. അടുത്ത വർഷം സിവിൽ ഏവിയേഷൻ മന്ത്രിയായി സ്ഥാനം ഏൽക്കുകയും ചെയ്തു. മറ്റ് പാർട്ടികളിൽ നിന്ന് അഴിമതി ആരോപണ വിധേയരായ 25 രാഷ്ട്രീയക്കാർ BJPയിൽ ചേർന്നു. ഇതിൽ 23 പേരെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. അല്ലെങ്കിലും അഴിമതിക്കാരാണോ കഴിവില്ലാത്തവരാണോ എന്നത് പ്രശ്നമല്ല. നരേന്ദ്രമോദിക്ക് ഒരേ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ: നിങ്ങൾ അദ്ദേഹത്തോട് വിശ്വസ്തരാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. ഈ വിദ്യ രാഷ്ട്രീയക്കാർക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. രാജ്യത്ത് എല്ലായിടത്തും അദ്ദേഹം ഈ റിവാർഡ് ഓർ പണിഷ് മാതൃക നടപ്പിലാക്കുന്നു. മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് സർക്കാരിന് വലിയ രാഷ്ട്രീയ പങ്കാളിത്തമുള്ള നിരവധി കേസുകളിൽ അധ്യക്ഷനായിരുന്നു. ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ സർക്കാരിന് അനുകൂലമായി നിരവധി വിധികൾ പുറപ്പെടുവിച്ചിരുന്നു. വിരമിച്ച 4 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് സീറ്റ് ലഭിച്ചു. മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദവെ ഈ രാജ്യസഭാ സീറ്റിനെ പകരത്തിന് പകരമുള്ള റിവാർഡായി കാണുന്നു എന്ന് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുറന്ന് പ്രകീർത്തിച്ച ആളാണ് സുപ്രീം കോടതി ജഡ്ജി അരുൺ മിശ്ര. ബഹുമുഖ പ്രതിഭയെന്നും അന്തർദേശീയ തലത്തിൽ പ്രശസ്തനായ ദർശകനെന്നും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ റിസർവ് ബാങ്കുമായി ഏറ്റുമുട്ടിയിരുന്നു. RBI ഗവർണർ രഘുറാം രാജന് 2ാം തവണയും അധികാരം ലഭിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ഉർജിത് പട്ടേലും രാജിവെച്ചത്. പിന്നീട് വിരാൽ ആചാര്യയും ഡെപ്യൂട്ടി ഗവർണർ സ്ഥാനം രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കൂ. 3 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണുള്ളത്. 2019 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിന് ക്ലീൻ ചീറ്റ് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഒരാളായ അശോക് ലവാസ വിസമ്മതിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പുറത്താക്കി. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അംഗമായുള്ള സെലക്ഷൻ പാനലാണ് ഇലക്ഷൻ കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ലാറ്ററൽ എൻട്രി നിയമന രീതി കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നരേന്ദ്രമോദി ഏകപക്ഷീയമായി നിയമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഗാന്ധിയേക്കാൾ വലുതാണ് മോദി എന്നാണ് ലോകേഷ് ചന്ദ്രയുടെ പ്രസ്താവന. അദ്ദേഹം ദൈവമാണ്. അതിന്റെ ഫലമായി ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ തലവനായി അദ്ദേഹം നിയമിതനായി. പഹലാജ് നിഹലാനിയുടെ പ്രസ്താവന ഹർ ഹർ മോദി ഗർ ഗർ മോദി, എല്ലാവരും മോദിയെ ആരാധിക്കണമെന്നതായിരുന്നു. B ഗ്രേഡ് ഫിലിം മേക്കർ ആയിരുന്ന അദ്ദേഹത്തെ CBFCയുടെ ചെയർമാനായി നിയമിച്ചു.
അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എത്രയോ പ്രശ്നങ്ങൾ നാം കണ്ടു. സർവകലാശാലകളെ പോലും വെറുതെ വിട്ടില്ല. ഗജേന്ദ്ര ചൗഹാൻ ഒരിക്കൽ യുധിഷ്ഠിരന്റെ വേഷം ചെയ്ത ആളാണ്. അദ്ദേഹം 100 കണക്കിന് ബി ഗ്രേഡ് സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അത് നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം മോദിക്ക് വേണ്ടി പ്രചാരണം നടത്തി. അതിനാൽ അദ്ദേഹം FTII പൂനെ പോലുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി നിയമിതനായി. ഈ പോസ്റ്റിനായി നിർദ്ദേശിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ പക്കലുണ്ടായിരുന്നു. അതിൽ മികച്ച സംവിധായകരുണ്ടായിരുന്നു. ശ്യാം ബെനഗൽ, വിധു വിനോദ് ചോപ്ര, രജനീകാന്ത്, അമിതാഭ് ബച്ചൻ എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മോദി സർക്കാർ ആരെയാണ് നിയമിച്ചത്? ഗജേന്ദ്ര ചൗഹാൻ. മോദിയെ തൃപ്തിപ്പെടുത്തിയത് തന്നെ കാരണം. ഈ നിയമനത്തിനെതിരായി 149 ദിവസം FTIIയിലെ വിദ്യാർത്ഥികൾ സമരം നടത്തുകയുണ്ടായി. ഇത് രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, സർക്കാർ ഏജൻസികൾ, ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ അവസാനിക്കുന്നതല്ല. മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ മോഡി ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും മാധ്യമങ്ങൾ ഇവരെ ചോദ്യം ചെയ്താൽ അവരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തും. NDTV CBI റെയ്ഡിന് വിധേയമായിരുന്നു. ന്യൂസ് ലോണ്ടറിയിൽ ആദായ നികുതി സർവേ ഉണ്ടായിരുന്നു. BBC ഇന്ത്യ റെയ്ഡ് ചെയ്തു. വയറും റെയ്ഡ് ചെയ്തു. എന്നാൽ മറുവശത്ത് അദ്ദേഹത്തെ വാഴ്ത്തുന്ന സർക്കാർ അനുകൂല ഗോഡി മീഡിയയ്ക്ക് ഇതൊന്നും ബാധകമല്ല. അവർ ദിവസവും തങ്ങളുടെ ചാനലിൽ മോഡിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അവർക്ക് സർക്കാർ പരസ്യങ്ങൾ കിട്ടും. പിന്നീട് മോഡി അവർക്ക് അഭിമുഖം നൽകും. NDTV വർഷങ്ങളോളം ഒരു പ്രധാന വാർത്താ ചാനലായിരുന്നു. എന്നാൽ ഇതുവരെ NDTVക്ക് അഭിമുഖം നൽകാൻ നരേന്ദ്രമോദിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ NDTVയെ അദാനി വാങ്ങിയപ്പോൾ NDTVക്ക് അഭിമുഖം നൽകുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് കമ്പനികളും ഇതേ പ്രശ്നം നേരിടുന്നു. ഒരു കമ്പനി അവർക്ക് പണം നൽകിയാൽ അവർക്ക് ബിസിനസ് അവസരങ്ങൾ ലഭിക്കും. ഒരു പാലം തകർന്നതിന് ശേഷവും അവർക്ക് മറ്റൊരു കരാർ ലഭിക്കും. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നോട്ടീസുകൾ പിൻവലിക്കും. അദാനി ഒരു പഴയ സുഹൃത്താണ്. വിമാനത്താവളങ്ങൾ മുതൽ കൽക്കരി ഖനി വരെ അവർക്ക് ലഭിച്ചു. വിവേക് അഗ്നിഹോത്രി, സുദീപ്തോ സെന്നിനെ പോലെ അടിസ്ഥാനരഹിതമായി കുപ്രചരണങ്ങൾ നടത്തുന്ന സിനിമാക്കാർ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. അതിന് പകരമായി നരേന്ദ്രമോദി അവർക്ക് സൗജന്യ പബ്ലിസിറ്റി നൽകുന്നു. അദ്ദേഹം അവർക്ക് ദേശീയ അവാർഡുകൾ നൽകുന്നു. രാജ്യത്തെ എല്ലാ സംഘടനകളിലും സ്ഥാപനങ്ങളിലും വകുപ്പുകളിലും ഈ വൃത്തികേട് പടർന്നിരിക്കുന്നു. BCCI നോക്കൂ. BCCIയുടെ തലവൻ ആരാണ്? അമിത്ഷായുടെ മകൻ ജയ്ഷാ. പറയൂ, എന്താണ് ജയ്ഷായുടെ യോഗ്യത? അയാൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? മൈക്കിന് മുൻപിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമോ? ഇംഗ്ലീഷ് മറന്നേക്കൂ, അയാൾക്ക് ഹിന്ദി ശരിയായി സംസാരിക്കാൻ കഴിയുമോ? സോഷ്യൽ മീഡിയ ജനപ്രിയമായപ്പോൾ തന്നെ വിമർശിക്കുന്നവരെ മോഡി ബാൻ ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ബോൾട്ട ഹിന്ദുസ്ഥാൻ യൂട്യൂബ് ചാനൽ റിമൂവ് ചെയ്തു. ഫെബ്രുവരിയിൽ 177 ട്വിറ്റർ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കർഷകരുടെ കിസാൻ ഏകതാ മോർച്ച എന്ന ട്വിറ്റർ ഹാൻഡിൽ നീക്കം ചെയ്തു. ആര് മോഡിയെ വിമർശിച്ചാലും ഒന്നെങ്കിൽ അവരെ താഴെയിറക്കാൻ നോക്കും, അല്ലെങ്കിൽ ഇവരുടെ IT സെൽ അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ മറുവശത്ത് അദ്ദേഹത്തോട് വിശ്വസരായ ആളുകളെ അദ്ദേഹത്തോടൊപ്പം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിനായി നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് ഏർപ്പെടുത്തുകയുണ്ടായി. ചില വിജയികൾ അർഹരായിരുന്നു. എന്നാൽ മോദിയെ ആരാധിക്കുകയും സ്തുതി പാടുകയും ചെയ്യുന്ന യൂട്യൂബർമാരിൽ പലർക്കും ഈ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഈ ഒരു ചാനലിൽ ആ ഒരു അവാർഡിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാവുന്നതാണ്. അവരുടെ IT സെൽ എന്റെ സത്യസന്ധതയെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഈ വീഡിയോകൾ നിർമ്മിക്കുന്നതിന് ചില രാഷ്ട്രീയ പാർട്ടികൾ എനിക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. വിവരമില്ലാത്ത മണ്ടന്മാരെ. ഒരു പാർട്ടിയിൽ നിന്ന് പണം വാങ്ങി വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം BJPയിലേക്ക് പോകുമായിരുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ പാർട്ടിയാണ് BJP. ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ നരേന്ദ്രമോദി എന്നെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും എനിക്ക് ഹസ്തദാനം നൽകുകയും എന്റെ പ്രവർത്തനത്തെ പ്രശംസിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴിയായിരുന്നു. പക്ഷേ എന്റെ നാടിന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് എനിക്ക് അത്തരത്തിൽ പ്രവർത്തിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ ഞാൻ എന്റെ കരിയർ മുഴുവൻ പണയപ്പെടുത്തിയത്. നാളെ അവർ എന്റെ യൂട്യൂബ് ചാനൽ അടച്ചുപൂട്ടിയാലും ഞാൻ അവരുടെ കാലിൽ വീണിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയാനാകും. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ അവസാന നിമിഷം വരെ ഞാൻ പരമാവധി ശ്രമിക്കും. ഇതെന്റെ കരിയറിനെ മുഴുവൻ തകർത്താലും കുറഞ്ഞത് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയില്ല. ഇതുകൂടാതെ മറ്റു പല റിവാർഡുകളുമുണ്ട്. മോഡി തന്റെ സഹോദരങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലെങ്കിലും നിങ്ങളെ ക്ഷണിക്കും. 2015 സൂപ്പർ 150 എന്ന പേരിൽ 150 ഇൻഫ്ലുവൻസേഴ്സിനെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. മോശം ഭാഷയിൽ പേരെടുത്ത ട്രോളന്മാരായിരുന്നു അവരിൽ പലരും. പ്രധാനമന്ത്രി മോദി ട്വിറ്ററിൽ അത്തരം ആളുകളെ പിന്തുടരുന്നു. അവർ അഭിമാനത്തോടെ അവരുടെ ബയോയിൽ എഴുതുന്നു, PM മോദി പിന്തുടരുന്നതിൽ അഭിമാനിക്കുന്നു. അംബേദ്കറിനെ കുറിച്ച് അവർ ഉന്നയിച്ച മോശം ഭാഷ നോക്കൂ. ഇത്തരം ആളുകളെ പ്രധാനമന്ത്രി മോദി പിന്തുടരുന്നു. എല്ലായിടത്തും അവരുടെ വിശ്വസ്തരെ നിയമിക്കുന്നത് അവരുടെ ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം വിശദമായി സംസാരിച്ചത്. രാഷ്ട്രീയക്കാർ, ക്യാബിനറ്റ് മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, ED, CBI ഉദ്യോഗസ്ഥർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, RBI ഗവർണർ, ജഡ്ജിമാർ, സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ചെയർപേഴ്സൺമാർ, സർവകലാശാലകളുടെ VCമാർ, ചലച്ചിത്ര പ്രവർത്തകർ, പത്രപ്രവർത്തകർ, മുതലാളിമാർ, ആത്മീയ ഗുരുക്കൾ, യൂട്യൂബർമാർ, ഇങ്ങനെയുള്ള വിശ്വസ്തർ, ഇങ്ങനെയുള്ള എത്രയധികം ആളുകൾ. അഴിമതിക്കാരോ ക്രിമിനലുകളോ കഴിവുകെട്ടവരോ പ്രത്യേക കഴിവുകളില്ലാത്തവരോ ആരാണെങ്കിലും അത് പ്രശ്നമല്ല. അവർ രാജ്യത്തിന്റെ ശാസ്ത്ര സ്വഭാവത്തിന്റെയും കലയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും തകർച്ചയ്ക്ക് കാരണമാണെങ്കിൽ പോലും അതിൽ കാര്യമില്ല. അവർ ഹിന്ദുവോ മുസ്ലിമോ സിഖോ ആയിക്കോട്ടെ, അതിൽ പ്രശ്നമില്ല. നരേന്ദ്രമോദിയോട് കൂറ് പുലർത്തണം എന്നത് മാത്രമാണ് മാനദണ്ഡം. നമ്മുടെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളിലും നരേന്ദ്രമോദിയുടെ
നരേന്ദ്രമോദിയുടെ വിശ്വസ്തരും ആരാധകരും വന്ന് നിറയേണ്ടതുണ്ട്. അവരുടെ അജണ്ട അതാണ്. എല്ലായിടത്തും അയാളുടെ ജനങ്ങളും അയാളുടെ സ്തുതിപാഠകരും മാത്രമായി നിറയുന്നു. അദ്ദേഹം സർദാർ പട്ടേലിന്റെ പേര് നീക്കം ചെയ്യുകയും സ്റ്റേഡിയത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയും ചെയ്തു. സ്റ്റേഡിയത്തിന്റെ രണ്ടറ്റവും സുഹൃത്തുക്കളായ അംബാനിയുടെയും അദാനിയുടെയും പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു വലിയ പൂമാല കൊണ്ടുവന്നപ്പോൾ സാധാരണയായി ഇത് സംഭവിക്കുമ്പോൾ എല്ലാവരും ആ ഒരു മാലയ്ക്കുള്ളിൽ കയറും. എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നോക്കുക. അമിത്ഷായെയും രാജ്നാഥ് സിംഗിനെയും നോക്കൂ. ഒരിക്കൽ തന്റെ സുരക്ഷ നോക്കുന്ന SPG കമാൻഡോയെ പ്രധാനമന്ത്രി ശകാരിച്ചു. ജയിലിൽ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചപ്പോൾ SPG കമാൻഡോ ക്യാമറയ്ക്ക് മുൻപിലേക്ക് കയറി മോദിയുടെ കയ്യിൽ നിന്ന് പൂച്ചെണ്ട് വാങ്ങി. പ്രധാനമന്ത്രി ഇതിൽ പ്രകോപിതനായി SPGയോട് പുറത്തു പോകാൻ ഉത്തരവിട്ടു. ഇതുപോലെ ജപ്പാനിലേക്ക് പോയപ്പോൾ ക്യാമറയ്ക്കും തനിക്കുമിടയിൽ വന്ന ഒരാളെ സൈഡിലേക്ക് മാറ്റി നിർത്തി. സുഹൃത്തുക്കളെ, 2005 അക്ഷർധാം ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ ഫോട്ടോ നോക്കൂ. അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം, പ്രതിപക്ഷ നേതാവ് ലാൽകൃഷ്ണ അദ്വാനി എന്നിവരെ നിരവധി സന്യാസിമാർക്കൊപ്പം കാണാം. ഇനി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നോക്കൂ. ഇവിടെ ആരാണുള്ളത്? ഒരേ ഒരാൾ, നരേന്ദ്രമോദി. സുരക്ഷാ ജീവനക്കാരെയും മോഡി തള്ളിമാറ്റി. ഗാന്ധി ദർശൻ മ്യൂസിയം, ഗാന്ധി സ്മൃതി കേന്ദ്രം, ഗാന്ധി ഗ്രാമോദ്योग എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോകളും ഉദ്ധരണികളും പ്രദർശിപ്പിക്കുന്നു എന്ന് ന്യൂസ് ലോണ്ടറി റിപ്പോർട്ട് ചെയ്തു. ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളെ ആദരിച്ചപ്പോൾ പോസ്റ്റർ നോക്കൂ. ഇടതുവശത്ത് മെഡൽ ജേതാക്കളും വലതുവശത്ത് നരേന്ദ്രമോദിയുടെ ഫോട്ടോയും. സർക്കാർ പദ്ധതികൾ മുതൽ റോഡുകൾ, ആശുപത്രികൾ എല്ലാം നരേന്ദ്രമോദിയുടെ പേരിലാണ്. നമോ കിസാൻ സമ്മാൻ ദിവസ്, നമോ സൗജന്യ ഡയാലിസിസ് സെന്റർ, നമോ ഡേ കെയർ സെന്റർ, നമോ മൊബൈൽ ഹെൽത്ത് കെയർ യൂണിറ്റുകൾ, നരേന്ദ്രമോദി മെഡിക്കൽ കോളേജ്, നരേന്ദ്രമോദി മാർഗ്, മോദി ആവാസ് സർക്കുലർ യോജന. 2013 അരയന്നങ്ങൾക്ക് ഒപ്പം ഒരു ഫോട്ടോ, മയിലിന് ഭക്ഷണം കൊടുക്കുന്ന ഫോട്ടോ, പ്രഭാത വ്യായാമത്തിന്റെ ഒരു വീഡിയോ, ബീച്ചിലെ ഫോട്ടോഷൂട്ട്, ജിം ഫോട്ടോഷൂട്ട്, ഒരു വൈൽഡ് സഫാരി ഫോട്ടോഷൂട്ട്, മോഡി ഫോട്ടോ എടുക്കുന്നതിന്റെ സ്വയമുള്ള ഫോട്ടോഷൂട്ട്. സ്വയം സ്നേഹത്തിന്റെ ഇതിലും വലിയ ഉദാഹരണം വേറെ എന്താണ്? സൗജന്യ ഭക്ഷണത്തിന്റെ ബാഗുകളിൽ മുതൽ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ വരെ സ്വന്തം ഫോട്ടോ പ്രിന്റ് ചെയ്യുന്ന ഒരു അല്പനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹമുണ്ട് എന്ന് ആളുകൾ അവകാശപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം വലിയ കാര്യമാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലും അടുത്തിടെ സംതീഷ് ഭാട്ടിയുമായുള്ള അഭിമുഖത്തിലും പ്രശാന്ത് കിഷോർ സമാനമായ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളുടെ വോട്ട് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിന്റെ പൂർണ്ണ നിയന്ത്രണവും BJPക്ക് വേണം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൈക്കോളജിസ്റ്റ് ആശിഷ് നന്ദിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദിയെ അഭിമുഖം നടത്തിയപ്പോൾ എന്തിനാണ് അദ്ദേഹം ഞെട്ടിയത്? കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ നരേന്ദ്രമോദി ഒരു ഫാസിസ്റ്റ് എന്ന ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ പെടുന്നതായി അദ്ദേഹം കണ്ടു. ആശിഷ് നന്ദി മോദിയിൽ ഒരു അതോറിറ്റേറിയൻ പേഴ്സണാലിറ്റിയുടെ എല്ലാ സവിശേഷതകളും കണ്ടു. പ്യൂരാനിറ്റിക്കൽ റിജിഡിറ്റി, സങ്കുചിതമായ വൈകാരിക ജീവിതം, സ്വന്തം പാഷനെ കുറിച്ചുള്ള ഭയം, നാലാമത് ഈഗോ. ഒരു വശത്ത് അവന്റെ സമ്പന്നരായ സുഹൃത്തുക്കളും വിശ്വസ്തരും, മറുവശത്ത് ദശലക്ഷക്കണക്കിന് പാവപ്പെട്ട പൗരന്മാരും. പാവപ്പെട്ട പൗരന്മാർ തന്നെ എതിർക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ അവർക്ക് വേണ്ടി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന സാമൂഹിക നയവും. എന്നിട്ടും ചിലർ അവരുടെ വിവേകം മുറുകെ പിടിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു. ആരും വിമർശിക്കാതിരിക്കാനുള്ള മോഡിയുടെ അത്യാഗ്രഹവും അധികാരത്തോടുള്ള ആർത്തിയും കാരണം വിമർശകരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്ന സൂത്രമാണ് ഡിക്റ്റേറ്റർഷിപ്പിന്റെ സൂത്രവാക്യം. ഗായിക നേഹ സിംഗ് റാത്തോഡ് മുതൽ മാധ്യമപ്രവർത്തക അർഫഖാൻ ഷെർവാനി വരെയുള്ളവർക്ക് ട്വിറ്ററിൽ നിന്ദ്യമായ അധിക്ഷേപങ്ങളും ഭീഷണികളും ലഭിക്കുന്നു. ഇത് ഒരേ ഒരു ഫോർമുലയുടെ ഭാഗമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമിത്ഷായുടെ റാലിയിൽ മോളിറ്റിക്സിലെ റിപ്പോർട്ടർ രാഘവ് ത്രിവേദിയെ ഗുണ്ടകൾ ആക്രമിച്ചിരുന്നു. ആളുകളെ ഭീഷണിപ്പെടുത്തുക, അവരെ അപമാനിക്കുക, ആളുകളെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുക. അതുകൊണ്ടാണ് മോദി അല്ലാതെ മറ്റാരെങ്കിലും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. വിമർശനങ്ങളെ നേരിടാൻ ധൈര്യമുള്ള മറ്റാരെങ്കിലും? ആർക്കാണ് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളത്? അഹങ്കാരത്തിന് പകരം വിനയമുള്ളത്? അവരുടെ തീരുമാനങ്ങളാണോ വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്? അവർ ഈ ഒരു സ്ഥാനത്തേക്ക് വരട്ടെ. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ശശി തരൂർ, നിതിൻ ഗഡ്കരി, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ഉദ്ധവ് താക്കറെ, MK സ്റ്റാലിൻ, പിണറായി വിജയൻ, മനോജ് കുമാർ, മഹുവ മൊയ്ത്ര, ഈ നേതാക്കളിൽ ആരും നരേന്ദ്രമോദിയേക്കാൾ 100 മടങ്ങ് മികച്ചവരാണ്. ഞാൻ പട്ടികപ്പെടുത്തിയ രാഷ്ട്രീയക്കാർ വിദ്യാസമ്പന്നരായ രാഷ്ട്രീയക്കാരാണ്. അവർ അനുഭവ പരിചയമുള്ളവരാണ്. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ സുഹൃത്തുക്കളെ, ആർക്കും നരേന്ദ്രമോദിയേക്കാൾ മികച്ച പ്രധാനമന്ത്രിയാകാൻ കഴിയും. അവതാരക അഞ്ജന ഓം കശ്യപിനെ പോലുള്ള ഒരാൾക്ക് പോലും. ഞാൻ കളിയാക്കുകയല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരുടെയും വിദഗ്ധരുടെയും ബ്യൂറോക്രാറ്റുകളുടെയും ഉപദേശം ശ്രദ്ധിക്കും. അവർ പത്രസമ്മേളനങ്ങൾ നടത്തും. തന്റെ വിമർശകരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുകയില്ല. എന്നാൽ നരേന്ദ്രമോദിയെയും കങ്കണ റണാവത്തിനെയും പോലുള്ളവർ ഏതൊരു രാജ്യത്തിനും ഏറ്റവും മോശമായിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കണം. നമ്മളുടെ ഭരണഘടന സംരക്ഷിക്കണം. ഈ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കണം. ഈ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് BJPയെ രക്ഷിക്കണം. ഇൻകുലാബ് സിന്ദാബാദ്, ജയ് ഹിന്ദ് പറഞ്ഞ് ധ്രുവ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പത്രമാധ്യമങ്ങൾ ദിനംപ്രതി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല വാർത്തകളും നിങ്ങൾക്ക് ഇതുമായി ചേർത്ത് വായിക്കാനായിട്ട് സാധിക്കും. റിവാർഡ് ഓർ പണിഷ്, ഈ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. വാർത്തകളിൽ നിന്നിട്ടും അനുദിന സംഭവങ്ങളിൽ നിന്നും അത് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ജനാധിപത്യത്തെക്കുറിച്ചിട്ട് ബോധമുള്ള ജനാധിപത്യ വിശ്വാസിയായിട്ട് മാറാനായിട്ടും തുടരാനായിട്ടും എല്ലാ ആളുകൾക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.